നമസ്കാരം. ആസാദി മീഡിയയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക് പോകാം. ചെന്നൈയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ച് ഗവർണർ RN രവി. മ്യൂസിയം ചരിത്ര വസ്തുതകൾ കൊണ്ട് നുണകളെ നേരിടുന്ന വിജ്ഞാനശാല. മുഖ്യമന്ത്രി ധർമ്മടത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ നിയന്ത്രണം വിട്ട കാറ് 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തി നശിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. ഇനിയില്ല ജാതി വിവേചനം. കാസർഗോഡ് ശ്രീ രേരംഗമംഗലം ഭഗവതി ക്ഷേത്രം നാലമ്പലത്തിൽ പ്രവേശിച്ച് ജനങ്ങൾ. ദില്ലിയിൽ കുരുത്തോല പ്രദക്ഷിണം നിരോധിച്ച് പോലീസ്. വിഷു തിരക്കിൽ നാട്, വിപണികൾ സജീവം. യഥാർത്ഥ ചരിത്ര വസ്തുതകൾ കൊണ്ട് നുണകളെ നേരിടാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വിജ്ഞാനശാലിയാണ് മ്യൂസിയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മക്രേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണിത്. അറിവുകൾ വേഗത്തിൽ പകർന്നു നൽകപ്പെടുന്നു. നുണകളും ഇക്കാലത്ത് അതിവേഗത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി ഉത്തര മലബാറിലെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായതാണ്. 41 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 11 ആരാധനാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നു. അതോടൊപ്പം അവയോട് അനുബന്ധിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വികസനവും നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് 3 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള പദ്ധതി മക്രേരി ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ തനത് സംഗീത പാരമ്പര്യം വിളംബരം ചെയ്യുന്ന സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട മ്യൂസിയമാണിത്. പ്രശസ്ത സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തിയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന മ്യൂസിയം ഈ ആരാധനാലയത്തിന്റെ പ്രൗഢിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കും. 2,09,00,000 രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു തീമാറ്റിക് ഇന്ററാക്റ്റീവ് മ്യൂസിയമാണ്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ നിരവധി മ്യൂസിയങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത്. 25 ആധുനിക മ്യൂസിയങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ നിർമ്മിച്ചത്. 20 മ്യൂസിയം പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. കണ്ണൂരിൽ മാത്രം 5 മ്യൂസിയങ്ങളുണ്ട്. 6ാമത്തേത് AKG മ്യൂസിയം ഉടൻ പൂർത്തിയാകും. കണ്ണൂരിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ മുതൽക്കൂട്ടാകും ഇത്തരം മ്യൂസിയങ്ങളെ കേവലം ഒരു പ്രദർശനശാലകളാക്കി കാണുന്ന നയമല്ല സർക്കാരിനുള്ളത്. കേരളത്തിന്റെ ചരിത്രം, സംസ്കാരം ഇവയെല്ലാം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ മ്യൂസിയങ്ങൾ ഉപകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രജിസ്ട്രേഷൻ പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്ത് വൈവിധ്യമായ മ്യൂസിയം ശൃംഖല സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ വി ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ വിശിഷ്ട വ്യക്തികളായിരുന്നു. കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ R ചന്ദ്രപിള്ള, KIDCC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടുക്കുള എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ധർമ്മടത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ചു. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ധർമ്മടം നിയോജക മണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള അതിദാരിദ്ര്യമാകുന്നതും എന്നത് 3 വർഷം മുമ്പ് സർക്കാർ കണക്കാക്കിയതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഏറിയ കൂറും നിർവഹിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. എന്നാൽ മറ്റെല്ലാ വകുപ്പുകളുടെയും സഹകരണവും ഇതിന് ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായുള്ള യോജിച്ച കൂട്ടായ ഇടപെടലുകളാണ് കേരളത്തിൽ നടന്നത്. 1% താഴെയായിരുന്നു കേരളത്തിലെ അതിദരിദ്രരുടെ കണക്ക്. ഇത് ഗൗരവമായി എടുത്ത് അവരെയെല്ലാം അതിദരിദ്രത്തിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതാണ് സർക്കാർ എടുത്ത നിലപാട്. പദ്ധതി 1ാം വർഷത്തിൽ എത്തിയപ്പോൾ തന്നെ നല്ല മാറ്റം ദൃശ്യമായിരുന്നു. കേരളത്തിൽ അതിദാരിദ്ര്യർ 64,002 എന്ന് കണ്ടെത്തി അവരെ കുടുംബമായി എടുത്തുകൊണ്ടു തന്നെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കി. അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഓരോ പ്രദേശത്തും ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്.
ഇത് മാനവ സ്നേഹത്തിൻ്റെയും സഹജീവികളോടുള്ള കരുതലിൻ്റെയും ഉദാത്തമായ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായി. ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഇതിനോടകം അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2021 ആഗസ്റ്റ് മുതൽ അതിദാരിദ്ര്യത്തെ കണ്ടെത്തുന്നതിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. റൈറ്റ് ടു ഷിഫ്റ്റ് അസിസ്റ്റൻസ് സംരംഭകം മൈക്രോ പ്ലാനുകളും ആവിഷ്കരിച്ചാണ് അതിദാരിദ്ര്യ മുക്ത മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിച്ചത്. ഡോക്ടർ വി ശിവദാസൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ എന്നിവർ വിശിഷ്ട അതിഥികളായി. ബഹിരാകാശ നേട്ടങ്ങളും ഇന്ത്യയും സംസ്ഥാന സെമിനാർ സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബഹിരാകാശ നേട്ടവും ഇന്ത്യയും ഒപ്പം സുനിത വില്യംസിന്റെ തിരിച്ചുവരവും ബഹിരാകാശ യാത്രയുടെ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചെറുതായം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സെമിനാറിന്റെ ഭാഗമായി ബഹിരാകാശ രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടങ്ങൾ പാനൽ പ്രദർശനവും സംഘടിപ്പിച്ചു. ISRO മുൻ ഡയറക്ടർ ഡോക്ടർ പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളന സംഘാടന സമിതി ചെയർമാൻ TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ചെറുനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ശ്രീധരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ M ദിവാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ക്ലാസിന് റിട്ടയർഡ് ISR ശാസ്ത്രജ്ഞൻ PM സിദ്ധാർത്ഥൻ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗിരീഷ് കൊയ്പ്ര, ജയശ്രീ PV, PK വിശ്വനാഥൻ, KV ഷിജു, സിന്ധു എന്നിവർ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി. 17 തീയതികളിലാണ് ചെറുതായം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പരിഷത്ത് ജില്ലാ സമ്മേളനം. കോളേജ് വിദ്യാർത്ഥിയോട് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് തമിഴ്നാട് ഗവർണർ RN രവി മധുരയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു സംഭവം. ഗവർണറുടെ പ്രവൃത്തി വിവാദമാവുകയും ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസംഗത്തിൽ ഗവർണർ DMKയെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജില്ലാ വിദ്യാർത്ഥികൾ അതേറ്റു വിളിക്കുന്നതും വീഡിയോയിൽ കാണാം. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഉയരെ വിനോദസഞ്ചാരത്തിൻ്റെ വിജയക്കൊടി. ചാൽബീച്ചിൽ ഫ്ലാഗ് ഉയർത്തി മന്ത്രി. ടൂറിസം രംഗത്തെ മുന്നേറ്റത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച ചാൽബീച്ചിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഔദ്യോഗിക പതാക ഉയർത്തി. ജനങ്ങളെ ആകെ അണിനിരത്തി നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ് ഈ നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. ടൂറിസം ജനങ്ങൾക്ക് വേണ്ടിയാണ്, അവരാണ് വിനോദസഞ്ചാരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ എന്നും മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLA അധ്യക്ഷനായി. ജില്ലാ വികസന കമ്മീഷണർ കാർത്തിക് പാണിഗ്രഹി, മുൻ MLA M പ്രകാശൻ മാസ്റ്റർ എന്നിവർ മുഖ്യ അതിഥികളായി. പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ടൂറിസ്റ്റ് വികസനം സാധ്യമാക്കിയാണ് ചാൽബീച്ച് ഫ്ലാഗ് നേട്ടം കൈവരിച്ചത്. ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷനാണ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകിയത്. കേരളത്തിൽ മുൻപ് കാപ്പാട് ബീച്ച് മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടത്തിനായി പ്രതിജ്ഞ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങളെയും അഴീക്കൽ കോസ്റ്റൽ പോലീസിനെയും മന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ്, നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, ചിറക്കൽ പ്രസിഡന്റ് P ശ്രുതി, പാപ്പിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല, വളവട്ടൺ പ്രസിഡന്റ് PP ഷമീമ, വാർഡ് മെമ്പർ PV ഹൈമ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CH സജീവൻ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കുരീഷ് കുമാർ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശിവൻ, ടൂറിസം വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ TC മനോജ്, PG ശ്യാംകൃഷ്ണൻ, ടൂറിസം വകുപ്പ് റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, BRDC MD P ഷിച്ചിൻ തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ദില്ലിയിൽ കുരുത്തോല പ്രദക്ഷിണം നിരോധിച്ചു. സെൻറ് മേരീസ് പള്ളിയിൽ നിന്നും സക്രഡ് ഹാർട്ട് പള്ളിയിലേക്കായിരുന്നു പ്രദക്ഷിണം. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി പോലീസിൻ്റെ നടപടി. അനുമതി നിഷേധിച്ചതോടെ പള്ളിവളപ്പിൽ മാത്രമായി പ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചു. 15 വർഷത്തോളമായി നടക്കുന്ന ചടങ്ങാണിതെന്നും ചില സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നിഷേധിക്കുന്നു എന്നാണ് പോലീസ് അറിയിച്ചതെന്നും ഇടവക വികാരി ഫ്രാൻസിസ് സ്വാമിനാഥൻ പ്രതികരിച്ചു. മുമ്പൊരു വർഷം ഒഴികെ ബാക്കിയെല്ലാ തവണയും അനുമതി ലഭിച്ചതാണ്. അനുമതി ലഭിക്കാത്തതിൽ പ്രശ്നമില്ലെന്ന് പള്ളി വികാരി പറഞ്ഞു. ഒപ്പം പള്ളിമുറ്റത്ത് തന്നെ പ്രദക്ഷിണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു.
കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസ് നടപടി പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. സെൻറ് മേരീസ് ചർച്ചിൽ നിന്നും സെക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് നടത്തേണ്ട പ്രദർശനത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിത്. ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാസർഗോഡ് പിലിക്കോട് ശ്രീ രൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ വലിയൊരു വിഭാഗത്തിന് പ്രവേശനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്ന ക്ഷേത്ര നാലമ്പലത്തിൽ പ്രവേശിച്ച ജനങ്ങൾ ക്ഷേത്രത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ജാതി വിവേചനം മറികടന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാസർഗോഡ് പിലിക്കോട് രൈരമംഗലം ക്ഷേത്രത്തിലാണ് വർഷങ്ങളായി നിലനിന്നിരുന്ന ജാതി വിവേചനം മറികടന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ക്ഷേത്ര നാലമ്പലത്തിലെ പ്രവേശിച്ചത്. ക്ഷേത്രത്തിലെ നാലമ്പലത്തിൽ നമ്പൂതിരി, വാര്യർ, മാരാർ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് വർഷങ്ങളായി പ്രവേശനമുണ്ടായിരുന്നത്. നായർ, മണിയാണി വിഭാഗത്തിലുള്ളവർക്ക് ഉത്സവ സമയത്ത് പ്രവേശനം നൽകുമ്പോൾ മറ്റു ജാതി വിഭാഗത്തിലുള്ളവർക്ക് പ്രവേശനം പൂർണ്ണമായി നിഷേധിച്ചിരുന്നു. എല്ലാ വിശ്വാസികൾക്കും നാലമ്പല പ്രവേശനം അനുവദിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രമം നടത്തിയെങ്കിലും എതിർപ്പിനെ തുടർന്ന് നടന്നില്ല. പ്രദേശത്തെ നിലവ് പുരുഷസായ സംഘം അടുത്തിടെ നാലമ്പല പ്രവേശനത്തിലെ നിയന്ത്രണം നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക രംഗത്ത് പ്രധാനപ്പെട്ട വ്യക്തികളുമായി ചർച്ച നടത്തി. ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ക്ഷേത്രം ട്രസ്റ്റിനും തന്ത്രിക്കും കത്ത് നൽകി. ഇതിന് പിന്നാലെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 16 പേർ നാലമ്പലത്തിൽ പ്രവേശിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരണമെന്ന തിരിച്ചറിവിൻ്റെ വിജയം കൂടിയാണിതെന്ന് ജനകീയ സമിതി പറഞ്ഞു. ജാതി വിവേചനം മറികടന്നതോടെ നാലമ്പലത്തെ എത്തി നേരിട്ട് ദർശനം നടത്തുന്നതിനും വിഷു ദിവസം കണി കാണുന്നതിനെല്ലാം നിരവധി വിശ്വാസികൾ എത്തുമെന്ന് ജനകീയ സമിതി അറിയിച്ചു. ഇടുക്കി ബോഡിമെട്ടിന് സമീപം നിയന്ത്രണം വിട്ട കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തി നശിച്ചു. കർണാടകയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 4 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. ബോഡിമെട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപമാണ് നിയന്ത്രണം വിട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് പതിച്ചത്. കർണാടകയിൽ നിന്ന് മുന്നാർ സന്ദർശനത്തിയ കിഷോർ, ഭാര്യ വിദ്യ, മക്കളായ ജോഷ്വ, ജോയൽ എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. താഴ്ചയിലേക്ക് പതിച്ച വാഹനത്തിൽ നിന്ന് ഇവർ പുറത്തേക്ക് തെറിച്ചു വീണു. അതിനുശേഷം വാഹനത്തിന് തീപിടിക്കുകയായിരുന്നു. അപകടത്തിൽ വിദ്യയ്ക്കും മകൻ ജോഷയ്ക്കും സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. വിദ്യയുടെ കൈക്കും കാലിനും തലയ്ക്കും പരിക്കുണ്ട്. ജോഷയുടെ കാലിനും ഒടിവ് സംഭവിച്ചു. മുന്നാർ സന്ദർശിച്ച ശേഷം ഇവർ തിരികെ മടങ്ങിയായിരുന്നു. അമിത വേഗതയാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നെടുങ്കണ്ടത്ത് നിന്നും മുന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീ അണച്ചത്. വിഷുത്തിരക്കിൽ നാട്, വിപണികൾ സജീവം. വിഷു ആഘോഷത്തിലേക്ക് കടന്ന നാടാകെ വിഷുവോടെ വ്യാപാര മേഖലയും ഉണർവിലാണ്. പുലരും വരെ പടക്കം പൊട്ടിച്ചും കണിവയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് നാടെങ്ങും. നാടും നഗരവും വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളും മുതിർന്നവരും പടക്കം പൊട്ടിക്കാനുള്ള തിരക്കിലാണ്. കണിയൊരുക്കാനുള്ള തിരക്കിലാണ് വീട്ടിലെ അമ്മമാർ. നാടിൻ്റെ ട്രെൻഡനുസരിച്ച് എമ്പുരാനും തഗ് ലൈഫും കാന്താരിയും പജ്ബിയും ഒക്കെ പടക്ക വിപണി കീഴടക്കി കഴിഞ്ഞു. പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തിരക്കിൽ മുങ്ങി. കണിക്ക് ആവശ്യമായ കണിക്കൊന്നയും വെള്ളരിയും മറ്റു പച്ചക്കറികളും പഴങ്ങളും നിമിഷനേരം കൊണ്ടാണ് വിറ്റുപോയത്. കച്ചവടക്കാരും ഇത്തവണ ഹാപ്പിയാണ്. ജനങ്ങളും വിഷു ആഘോഷിക്കുന്നതിന് ആവേശത്തിലാണ്. നഗരത്തിലെല്ലാം ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. കണ്ണൂർ നഗരത്തിൽ 3-4 മണിക്കൂറിലേറെ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങൾ കുരുങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ.